അടുത്തായിട്ട് പഠിക്കാൻ പോകുന്ന ഒന്നാണ് ടൈപ്സ് ഓഫ് പ്ലാനിൻ്റെ എത്ര ടൈപ്പ് ഉണ്ടെന്നാണ് പഠിക്കാൻ പോകുന്നത്. അതിനകത്ത് എഴുതിയിട്ടുണ്ട് പ്ലാൻസിനെ പല ടൈപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്സ്, രണ്ടാമത്തെ സ്ട്രാറ്റജി, മൂന്നാമത്തെ പോളിസി, പ്രൊസീജിയർ, മെത്തേഡ്, റൂള്, പ്രോഗ്രാം, ബഡ്ജറ്റ്. ഇത്രയാണ് ടൈപ്സ് ഓഫ് പ്ലാൻ എന്ന് പറയുന്നുള്ളത്. ഈ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഓർക്കുക, ഫ്യൂച്ചറിലോട്ട് വേണ്ടി, ഭാവിയിലോട്ട് വേണ്ടി നമ്മൾ തയ്യാറാക്കുന്ന ഒന്നിനെയാണ് നമ്മൾ ഈ പ്ലാൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിലൊന്നാമത്തേതാണ് ഒബ്ജക്റ്റീവ്. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ എന്താണെന്നുള്ള കാര്യം, ലക്ഷ്യങ്ങൾ. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ഒബ്ജക്റ്റീവ്സ് മീൻസ്, ഒബ്ജക്റ്റീവ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ദ എൻഡ് പോയിൻറ്റ് ടുവേഡ്സ് വിച്ച് ഓൾ ആക്ടിവിറ്റീസ് ഓഫ് ബിസിനസ് ആർ ഡയറക്റ്റഡ്. അപ്പോൾ ബിസിനസ്സിൻ്റെ എല്ലാ ആക്ടിവിറ്റീസും ഡയറക്റ്റ് ചെയ്യുന്നത്, അതെല്ലാം ലക്ഷ്യം വെക്കുന്നത്. ബിസിനസ്സിന് കുറേ ആക്ടിവിറ്റീസ് അവർ ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ തന്നെ ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിങ്, കൺട്രോളിങ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരു ബിസിനസ് അതിൻ്റെ അകത്ത് ചെയ്യുന്നുണ്ട്. കുറേ ആക്ടിവിറ്റീസ്, സെയിൽ, പർച്ചേസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട്. ഈ ആക്ടിവിറ്റീസ് എല്ലാം ലക്ഷ്യം വെക്കുന്നത്, അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ആക്ടിവിറ്റീസ് ഓഫ് ബിസിനസ് ആർ ഡയറക്റ്റഡ്, ഇതെല്ലാം ലക്ഷ്യം വെക്കുന്നത് എന്തിലോട്ടാണ്? എൻഡ് പോയിൻറ്റ്സ്. അതിൻ്റെ ഒരു അവസാന ഒരു ലക്ഷ്യം അതിനുണ്ട്. ചിലപ്പം ഇത്ര രൂപ പ്രോഫിറ്റ് കൂട്ടുക എന്നുള്ളതായിരിക്കാം, അല്ലെങ്കിൽ സെയിൽസ് ഇത്ര രൂപ വർദ്ധിപ്പിക്കുക എന്നുള്ളതായിരിക്കാം. അങ്ങനെ എന്തും ആയിക്കോട്ടെ, അതിൻ്റെ ഒരു എൻഡ് പോയിൻറ്റ്സ് ഉണ്ട്. അതായത് അവിടെ പറഞ്ഞിരിക്കുകയാണ് ദേ ആർ ദ റിസൾട്ട്സ് ടു ബി ഒബ്റ്റൈൻഡ്. എന്താണോ നമ്മൾ അച്ചീവ് ചെയ്യേണ്ട ലക്ഷ്യം, എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്ന റിസൾട്ട്, അതിനെയാണ് നമ്മൾ ഒബ്ജക്റ്റീവ് എന്ന് വിളിക്കുന്നത്. അപ്പം ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ലക്ഷ്യങ്ങൾ എന്നാണ് അർത്ഥം. അപ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ തന്നെ ലക്ഷ്യങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം, നിങ്ങൾ എന്താണോ അച്ചീവ് ചെയ്യാനായിട്ട്, ഫൈനലി നിങ്ങൾ എന്താണോ അച്ചീവ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്, അതിനെയാണ് നിങ്ങളുടെ ലക്ഷ്യങ്ങളെന്ന് പറയുന്നത്. എന്ന് പറഞ്ഞ പോലെ തന്നെ ബിസിനസ്സിൻ്റെ ആക്ടിവിറ്റീസ് എല്ലാം ഒരു ലക്ഷ്യമുണ്ട് അവർക്ക്. എന്താണോ അവർക്ക് അച്ചീവ് ചെയ്യേണ്ടത്, ദ റിസൾട്ട്സ് ആർ ടു ബി ഒബ്റ്റൈൻഡ്. എന്ത് റിസൾട്ട്സാണ് അവർ അച്ചീവ് ചെയ്യേണ്ടത്, എന്താണ് അവരുടെ ഫൈനൽ ലക്ഷ്യം, അതിനെയാണ് നമ്മൾ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി അടുത്തായിട്ട് അവിടെ പറഞ്ഞിരിക്കുകയാണ് ഇൻ ദ വേർഡ്സ് ഓഫ് ഡാൾട്ടൺ മക്ഫർലാൻഡ്. അത് ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഭാഷയിൽ പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ആർ ദ ഗോൾസ്. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ലക്ഷ്യങ്ങളാണ്, ഗോൾസ് ആണ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ. അല്ലാന്നുണ്ടെങ്കിൽ എയിംസ് ആകാം, അല്ലെങ്കിൽ പർപ്പസ് ആകാം. ഈ ഗോൾസ്, എയിംസ്, പർപ്പസ് എന്നുകൊണ്ടല്ല ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ, അല്ലെങ്കിൽ ഒരു ഉദ്ദേശം, അല്ലെങ്കിൽ കാര്യം, അങ്ങനെയൊക്കെയാണ് അതിൻ്റെ അകത്തൊരു അർത്ഥം വരുന്നത്. നമ്മളൊരു പെട്ടെന്ന് മനസ്സിലാകാത്ത രീതിയിൽ പറഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മുടെ ലക്ഷ്യങ്ങൾ, അതിനെ നമ്മൾ ഈ ഗോൾസ്, അല്ലെങ്കിൽ നമ്മുടെ എയിം എന്താണ്, ഇതിൻ്റെ ലക്ഷ്യം നമ്മൾ പറയാറുണ്ട്. അങ്ങനെ നമ്മുടെ എയിം എന്താണ്, അല്ലെങ്കിൽ ഉദ്ദേശം, അതിൻ്റെ പർപ്പസ്, ഉദ്ദേശം എന്താണ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഗോൾസ് ആണ്, എയിംസ് ആണ്, ഓർ പർപ്പസ്, അല്ലെങ്കിൽ പർപ്പസ് ആണ്. എല്ലാത്തിൻ്റെയും കോമൺ ആയിട്ടുള്ള അർത്ഥം ഞാൻ പറഞ്ഞു, ലക്ഷ്യങ്ങളെന്ന് തന്നെയാണ് അർത്ഥം. ദാറ്റ് ഓർഗനൈസേഷൻ വിഷ് ടു അച്ചീവ്. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ ഈ ലക്ഷ്യങ്ങൾ എന്താണ് ചെയ്യുന്നത്, ഓർഗനൈസേഷൻ ആഗ്രഹിക്കുകയാണ് അതിനെ ഒന്ന് അച്ചീവ് ചെയ്യാനായിട്ട്, ഓവർ വേരിയിങ് പീരീഡ്സ് ഓഫ് ടൈം. അപ്പോൾ ഈ കാലങ്ങൾ മാറിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ 1 വർഷം, 2 വർഷം, 3 വർഷം എന്ന് പറഞ്ഞ് കാലഘട്ടങ്ങൾ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ 3 വർഷം കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ 4 വർഷം കഴിഞ്ഞ്, അല്ലെങ്കിൽ 5 വർഷം കഴിഞ്ഞിട്ട് ഓർഗനൈസേഷൻ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഗോൾസോ, എയിംസോ, പർപ്പസിനെയാണ് നമ്മൾ ഒബ്ജക്റ്റീവ് എന്ന് വിളിക്കുന്നത്. അടുത്തായിട്ട് അവിടെ പറഞ്ഞിരിക്കുകയാണ് ദേ ആർ യൂഷ്വലി സെറ്റ് ബൈ ദ ടോപ്പ് മാനേജ്മെൻറ്റ്. കമ്പനിയുടെ ടോപ്പ് ലെവലിലുള്ള മാനേജ്മെൻറ്റാണ് അത് സെറ്റ് ചെയ്യുന്നത്. ആൻഡ് ഫോക്കസ് ഓൺ ബ്രോഡ് ജനറൽ ഇഷ്യൂസ്. അതോടൊപ്പം തന്നെ അത് ലക്ഷ്യം വെച്ചിരിക്കുന്നത്, ഫോക്കസ് ചെയ്തേക്കുന്ന വളരെ വിശാലമായിട്ടുള്ള, അല്ലെങ്കിൽ കമ്പനിയുടെ പൊതുവായിട്ടുള്ള ഇഷ്യൂസിനെ ആയിരിക്കാം ഈ പറഞ്ഞേക്കുന്ന ഒബ്ജക്റ്റീവ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഒന്നാമത്തെ പ്രത്യേകത പറഞ്ഞു, ടോപ്പ് മാനേജ്മെൻറ്റാണ് അത് സെറ്റ് ചെയ്യുന്നത്. എന്തിനാണ് അത് ലക്ഷ്യം വെക്കുന്നത്? ജനറൽ ആയിട്ടുള്ള, ഒരു കമ്പനിക്കകത്ത് വരുന്ന ജനറൽ ആയിട്ടുള്ള ഇഷ്യൂസിനെയാണ് അത് ഫോക്കസ് ചെയ്യുന്നത്. ഇനി അടുത്തായിട്ട് അവിടെ പറഞ്ഞിരിക്കുകയാണ് ഒബ്ജക്റ്റീവ്സ് ഷുഡ് ബി എക്സ്പ്രസ്ഡ് ഇൻ ക്വാണ്ടിറ്റേറ്റീവ് ടേംസ്. ഈ ഒബ്ജക്റ്റീവ്സ് എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്? അക്കങ്ങളായിട്ടാണ് അതിനെ എക്സ്പ്രസ് ചെയ്യുന്നത്. 20% സെയിൽസ് കൂട്ടുക, അല്ലെങ്കിൽ 50% പ്രോഫിറ്റ് വർദ്ധിപ്പിക്കുക, അങ്ങനെയൊക്കെ ആയിരിക്കും. അങ്ങനെ ഒരു അക്കങ്ങളായിട്ടാണ് നമ്മൾ ഈ ഒബ്ജക്റ്റീവിനെ എക്സ്പ്രസ് ചെയ്യുന്നത്. ഇറ്റ് മസ്റ്റ് ബി ഇൻ ദ ഫോം ഓഫ് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ്. അതിനുശേഷം അടുത്ത മറ്റൊരു പ്രത്യേകത പറഞ്ഞിരിക്കുകയാണ്, അതിൻ്റെ ഫോം എന്ന് പറയുന്നത് എഴുതപ്പെട്ട ഒരു കാര്യങ്ങളാണ്. റിട്ടേൺ സ്റ്റേറ്റ്മെൻ്റ് ആണ്. റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഡിസൈഡ് റിസൾട്ട്സ് ടു ബി അച്ചീവ്ഡ് വിത്തിൻ എ ഗിവൺ പീരീഡ്. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുകയാണ് ഇതൊരു എഴുതപ്പെട്ട ഒരു രേഖയാണ് ഈ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ടു ബി അച്ചീവ്ഡ് വിത്തിൻ എ ഗിവൺ പീരീഡ് ഓഫ് ടൈം. ഒരു നിശ്ചിത കാലഘട്ടത്തിനുള്ളിൽ നമ്മളത് അച്ചീവ് ചെയ്യേണ്ടതാണ്. അപ്പം നമുക്കറിയാം നമ്മുടെ ലക്ഷ്യങ്ങൾ 5 വർഷത്തിനുള്ളിൽ ഇത്ര രൂപ പ്രോഫിറ്റ് കൂട്ടുക, 20% പ്രോഫിറ്റ് വർദ്ധിപ്പിക്കുക. ഇതൊക്കെ എന്താണ്, ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അത് നമുക്ക് ഇത്ര പീരീഡിനുള്ളിൽ നമുക്ക് അത് അച്ചീവ് ചെയ്യാൻ സാധിക്കും എന്നുള്ള രീതിയിൽ നമ്മൾ എഴുതി തയ്യാറാക്കിയാണ് അത് ചെയ്യുന്നത്. അവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, ആൻ ഓർഗനൈസേഷൻ മേ ഹാവ് ആൻ ഒബ്ജക്റ്റീവ് ഓഫ് ഇൻക്രീസിങ് സെയിൽസ്. ഒരു ഓർഗനൈസേഷൻ്റെ ലക്ഷ്യമാണ് സെയിൽസ് കൂട്ടുക എന്നുള്ളത്. ബൈ 20%. എത്ര ശതമാനമാണ് കൂട്ടേണ്ടത്? 20%. ഓർ ഏണിംഗ് എ 25% പ്രോഫിറ്റ് ഫ്രം ദ ബിസിനസ്. അതല്ല എന്നുണ്ടെങ്കിൽ
25% പ്രോഫിറ്റ് നേടുക എന്നുള്ളതായിരിക്കാം ലക്ഷ്യം. അപ്പോൾ എന്തു തന്നെ ആയിക്കോട്ടെ, ഇത് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ ഇത്ര കാലഘട്ടത്തിനുള്ളിൽ അച്ചീവ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഒബ്ജക്റ്റീവ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ടോപ്പ് മാനേജ്മെൻറ്റാണ് സെറ്റ് ചെയ്യുന്നത്. ജനറൽ ഇഷ്യൂസും വിശാലവുമായിട്ടുള്ള ബ്രോഡായിട്ടുള്ള കാര്യങ്ങളെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് ടേംസ് ആയിട്ടാണ് ഇതിനെ എക്സ്പ്രസ് ചെയ്യുന്നത്. റിട്ടേൺ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് ഇതിനെ തയ്യാറാക്കുന്നത്. ഗിവൺ പീരീഡ് ഓഫ് ടൈമിൽ നമ്മളിത് അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ ദേ ആർ ദ റിസൾട്ട്സ് ടു ബി ഒബ്റ്റെയിൻഡ്. നമ്മൾ നേടാൻ ആഗ്രഹിക്കുന്ന റിസൾട്ടിനെയാണ് നമ്മളെന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് സ്ട്രാറ്റജി. സ്ട്രാറ്റജി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന തന്ത്രങ്ങളെന്നാണ്. ഇപ്പോൾ നമുക്കറിയാം ബിസിനസ്സിനകത്ത് ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്. നമ്മുടെ അതേ ബിസിനസ് തന്നെ ചെയ്യുന്ന മറ്റാൾക്കാരും നമ്മുടെ സെയിം ഫീൽഡിലുണ്ട്. അവർ നമ്മളെക്കാൾ കൂടുതൽ ചിലപ്പം പെർഫോം ചെയ്യുന്നവരായിരിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ പുതുതായിട്ട് കമ്പനികൾ നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിലോട്ട് പുതിയ കമ്പനികൾ വരുന്നതായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാവാം. അപ്പോൾ ഈ സമയത്തെല്ലാം നമ്മൾ എങ്ങനെ അതിനെ ഓവർകം ചെയ്യണമെന്ന് അതിന് വേണ്ടിയിട്ട് നമ്മൾ തന്ത്രങ്ങൾ തയ്യാറാക്കാറുണ്ട്. അതിനെയാണ് ഈ സ്ട്രാറ്റജി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഇറ്റ് ഈസ് എ കോംപ്രഹെൻസീവ് പ്ലാൻ. ഒരു വലിയൊരു സമഗ്രമായിട്ടുള്ളൊരു പ്ലാനിനെയാണ് നമ്മൾ ഈ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. കോംപ്രഹെൻസീവ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അതിനെയാണ് ഈ കോംപ്രഹെൻസീവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളരെ വിശാലമായിട്ടുള്ള ഒരു സമഗ്രമായിട്ടുള്ള ഒരു പ്ലാനിനെയാണ് സ്ട്രാറ്റജി എന്ന് വിളിക്കുന്നത്. ഇനി എന്താണ്? ഫോർ അക്കംപ്ലിഷിങ് ആൻഡ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്നതിനായിട്ട് തയ്യാറാക്കുന്ന കോംപ്രഹെൻസീവ് ആയിട്ടുള്ള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വിശാലമായിട്ടുള്ള സമഗ്രമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള ഒരു പ്ലാനിനെയാണ് നമ്മൾ സ്ട്രാറ്റജി എന്ന് വിളിക്കുന്നത്. ഇനി സ്ട്രാറ്റജി ഇൻക്ലൂഡ്സ് 3 ഡയമെൻഷൻസ്. സ്ട്രാറ്റജിക്ക് 3 തലങ്ങളാണുള്ളത്. ഒന്നാമത്തെ ഡിറ്റർമിനിങ് ദ ലോങ് ടൈം ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദീർഘനാളത്തേക്ക് വേണ്ടിയിട്ടുള്ള ലക്ഷ്യങ്ങൾ തീരുമാനിക്കുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ലോങ് ടൈമിലോട്ട് അച്ചീവ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം തീരുമാനിക്കുന്നു. രണ്ടാമത്തെ അഡോപ്റ്റിംഗ് എ പർട്ടിക്കുലർ കോഴ്സ് ഓഫ് ആക്ഷൻ. ആ ലക്ഷ്യങ്ങൾ അച്ചീവ് ചെയ്യുന്നതിനായിട്ട് ഒരു പ്രവർത്തന രീതി തയ്യാറാക്കുന്നു, അതിനെ സ്വീകരിക്കുന്നു. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ലോങ് ടൈം ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യമാണ് ആ ലക്ഷ്യങ്ങൾ അച്ചീവ് ചെയ്യുന്നതിനായിട്ട് ഒരു പർട്ടിക്കുലർ കോഴ്സ് ഓഫ് ആക്ഷൻ നമ്മൾ തയ്യാറാക്കുകയാണ്. മൂന്നാമതായിട്ട് അലോക്കേറ്റിംഗ് ദ റിസോഴ്സ് റിക്വയർഡ് ടു അച്ചീവ് ദ ഒബ്ജക്റ്റീവ്സ്. നമ്മൾ ആ ലക്ഷ്യങ്ങൾ അച്ചീവ് ചെയ്യുന്നതിനായിട്ട് ഒരു കോഴ്സ് ഓഫ് ആക്ഷനൊക്കെ തയ്യാറെടുത്തു. ആ ലക്ഷ്യങ്ങൾ നേടുന്നതിന് ആവശ്യമായിട്ടുള്ള റിസോഴ്സുകൾ, വിഭവങ്ങൾ, അതിനുവേണ്ട മെൻ പ്ലസ് മെറ്റീരിയൽസ്, അതാണ് ഈ റിസോഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മണി അതോടെ അതിൻ്റെ വരും, പൈസ, മെറ്റീരിയൽസ്, ആൾക്കാർ, ജോലിക്കാർ, ഇത്തരം കാര്യങ്ങൾ നമ്മൾ അലോക്കേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അലോക്കേറ്റിംഗ് ദ റിസോഴ്സ് റിക്വയർഡ് ടു അച്ചീവ് ദ ഒബ്ജക്റ്റീവ്സ്. ആ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്നതിനായിട്ടുള്ള റിസോഴ്സുകൾ നമ്മൾ ആവശ്യമായിട്ടുള്ള റിസോഴ്സുകൾ നമ്മൾ കളക്ട് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇനി അടുത്തായിട്ട് അവിടെ പറഞ്ഞിരിക്കുകയാണ്, വൈൽ ഫ്രെയിമിംഗ് എ സ്യൂട്ടബിൾ സ്ട്രാറ്റജി. നമ്മളൊരു സ്ട്രാറ്റജി നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് ദ ബിസിനസ് എൻവയോൺമെൻറ്റ് നമ്മൾ എന്തോടെ പരിഗണിക്കണം? ബിസിനസ് എൻവയോൺമെൻറ്റ് നമ്മുടെ ചുറ്റുപാടുകളോടെ നമ്മൾ പരിഗണിക്കണം. അതായത് എക്കണോമിക് കണ്ടീഷൻ, പൊളിറ്റിക്കൽ കണ്ടീഷൻ, സോഷ്യൽ, ലീഗൽ, ഇതിനെപ്പോൾ കൂടെ നമ്മൾ പരിഗണിച്ചിട്ട് വേണം ഒരു പ്ലാൻ നമ്മൾ തയ്യാറാക്കുന്നതിനായിട്ട്. അല്ലെങ്കിൽ ഭാവിയിൽ എക്കണോമിക് കണ്ടീഷൻ എന്തായിരിക്കാം, പൊളിറ്റിക്കൽ കണ്ടീഷൻ എന്തായിരിക്കാം, സോഷ്യൽ കണ്ടീഷൻസ് എന്തായിരിക്കാം, ലീഗൽ കണ്ടീഷൻസ് എന്തായിരിക്കാം എന്നതിനെ പറ്റിയിട്ടൊക്കെ ഒരു ചെറിയൊരു സ്റ്റഡിയൊക്കെ നടത്തിയിട്ട് വേണം നമ്മൾ, അല്ലെങ്കിൽ നിലവിലുള്ള അവസ്ഥ എന്താണെന്നതിനെ പറ്റിയൊക്കെ ഒരു സ്റ്റഡിയൊക്കെ നടത്തിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഒരു സ്ട്രാറ്റജി തയ്യാറാക്കാനായിട്ട്. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, വൈൽ ഫ്രെയിമിംഗ് എ സ്യൂട്ടബിൾ സ്ട്രാറ്റജി ദ ബിസിനസ് എൻവയോൺമെൻറ്റ് നീഡ്സ് ടു ബി ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ. അപ്പോൾ എന്തോടെ നമ്മൾ കൺസിഡർ ചെയ്യണം, പരിഗണിക്കണം? ബിസിനസ് എൻവയോൺമെൻറ്റോടെ പരിഗണിച്ചതിന് ശേഷം മാത്രമാണ് ഒരു സ്ട്രാറ്റജി നമ്മൾ തയ്യാറാക്കാവുള്ളൂ. ഇനി അടുത്തായിട്ട് പറഞ്ഞിരിക്കുകയാണ്, സ്ട്രാറ്റജീസ് യൂഷ്വലി ഫോം ദ ഓർഗനൈസേഷൻ ഐഡൻറ്റിറ്റി ഇൻ ദ ബിസിനസ് എൻവയോൺമെൻറ്റ്. അപ്പം ഒരു ബിസിനസ്സിൻ്റെ ഐഡൻറ്റിറ്റി, അതിൻ്റെ ഒരു വ്യക്തിത്വം, ആ ഒരു ബിസിനസ്സിൻ്റെ ഒരു വ്യക്തിത്വം എന്നൊക്കെ നമ്മൾ പറയും. അതായത് ഈ ബിസിനസ്സിൻ്റെ നമുക്കതിനെ തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഈ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം വലിയ വലിയ ബിസിനസ്സുകാരെല്ലാം നമ്മൾ ശ്രദ്ധിക്കുന്നത് എക്കണോമിക് കണ്ടീഷനിലും പൊളിറ്റിക്കൽ കണ്ടീഷനും എന്തൊക്കെ മാറിയാലും അവരുടെ ബിസിനസ് അവർ പൊളിയാണ്ട് കൊണ്ടുപോകുന്നത് നമുക്കറിയാം. അപ്പോൾ അതൊരു നല്ലൊരു ബിസിനസ്സാണ്, അത് കൊള്ളാം, അതിനെയാണ് നമ്മളൊരു ബിസിനസ്സിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, സ്ട്രാറ്റജീസ് യൂഷ്വലി ഫോം ഇൻ ദ ഓർഗനൈസേഷൻ ഐഡൻറ്റിറ്റി ഇൻ ദ ബിസിനസ് എൻവയോൺമെൻറ്റ്. ബിസിനസ്സിൻ്റെ ചുറ്റുപാടിൻ്റെ അകത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഓർഗനൈസേഷൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഉണ്ടാകുന്നത്. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രേ ഉള്ളൂ. എന്തൊക്കെ കണ്ടീഷൻസ് മാറിയാലും, ബിസിനസ്സിൻ്റെ എൻവയോൺമെൻറ്റ് എന്തൊക്കെ മാറിയാലും ബിസിനസ്സിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്, ബിസിനസ്സിൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് സ്ട്രാറ്റജീസിലാണ് നിൽക്കുന്നത്. കാരണം തന്ത്രങ്ങളുണ്ടെങ്കിൽ മാത്രമാണ്, കൃത്യമായിട്ടുള്ള പ്ലാനുകൾ, സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ മാത്രമാണ്
ബിസിനസ്സിൻ്റെ ചുറ്റുപാടുകൾ മാറിക്കൊണ്ടിരുന്നാലും ബിസിനസ് സർവൈവ് ചെയ്ത് മുമ്പോട്ട് പോവുകയുള്ളൂ. ആ സർവൈവലിനെയാണ്, ആ അതിജീവനത്തെയാണ് നമ്മളെന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ ഓർഗനൈസേഷൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. അതിൻ്റെ വ്യക്തിത്വം, ഒരു ബിസിനസ്സിൻ്റെ വ്യക്തിത്വം അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് എന്താണ്? സർവൈവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിജീവിച്ച് പോവുക. എത്രത്തോളം പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിനെയെല്ലാം അതിജീവിക്കുന്നതിനെയാണ് ഒരു ഓർഗനൈസേഷൻ്റെ ഐഡൻറ്റിറ്റി എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ ഐഡൻറ്റിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? അതിൻ്റെ സ്ട്രാറ്റജികളാണ്. എന്തായിരിക്കും അതിനെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത്? പൈസയാണോ? അല്ല, മറ്റൊരു കാര്യമല്ല. സ്ട്രാറ്റജി, തന്ത്രങ്ങളാണ് ഒരു ബിസിനസ്സിനെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. ഇനി അടുത്തായിട്ട് അവിടെ പറഞ്ഞിരിക്കുകയാണ്, സ്ട്രാറ്റജീസ് ആർ പ്ലാൻ മെയ്ഡ് ഇൻ ദ ലൈറ്റ് ഓഫ് പ്ലാൻസ് ഓഫ് ദ കോമ്പറ്റീറ്റേഴ്സ്. ഇപ്പം നമ്മളൊരു സ്ട്രാറ്റജി തയ്യാറാക്കുന്ന സമയത്ത് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്ലാനുകളോടെ നമ്മൾ പരിഗണന എടുക്കണം. അല്ലെങ്കിൽ അവരുടെ എന്താണ് അവരുടെ റൂട്ട് എന്താണെന്ന് അറിഞ്ഞിട്ട് അതിന് ശേഷം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യാവുള്ളൂ, നമ്മുടെ ഒരു സ്ട്രാറ്റജി നമ്മൾ തയ്യാറാക്കാവുള്ളൂ. അപ്പം നമ്മുടെ ശത്രുക്കളല്ല, നമ്മുടെ കൂടെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ, അവരുടെ പ്ലാനുകളോട് അറിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യാവുള്ളൂ, നമ്മളൊരു തന്ത്രം, ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കാവുള്ളൂ. അവിടെ പറഞ്ഞിരിക്കുകയാണ്, അവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഹിന്ദുസ്ഥാൻ ലിവർ ആൻഡ് പോൺസ് ആർ ദ കോമ്പറ്റീറ്റേഴ്സ് ഇൻ ദ ഫീൽഡ് ഓഫ് സോപ്പ് മാനുഫാക്ചറിങ്. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുകയാണ് സോപ്പ് മാനുഫാക്ചറിങ്, രണ്ട് സോപ്പ് കമ്പനികളുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഹിന്ദുസ്ഥാൻ ലിവറും അതോടൊപ്പം തന്നെ പോൺസ് എന്ന് പറയുന്നത് 2 സോപ്പ് കമ്പനികളാണ്. ഇനി അവിടെ അടുത്തായിട്ട് പറഞ്ഞിരിക്കുകയാണ്, ഇഫ് ഹിന്ദുസ്ഥാൻ ലിവർ റെഡ്യൂസസ് ദ പ്രൈസ്, ഹിന്ദുസ്ഥാൻ ലിവർ എന്ന് പറയുന്ന കമ്പനി സോപ്പിൻ്റെ വില കുറച്ചിട്ടുണ്ടെങ്കിൽ ദെൻ പോൺസ് വിൽ ബി മേക്ക് ദ കൗണ്ടർ പ്ലാൻ ടു റീറ്റെയിൻ ദ മാർക്കറ്റ് ഷെയർ. അപ്പോൾ ഉടനെ തന്നെ എന്ത് ചെയ്യും? പോൺസ് എന്ന് പറയുന്ന കമ്പനി അവരുടെ മാർക്കറ്റ് ഷെയർ താഴെ പോകാതിരിക്കാതെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട്, അവരുടെ ഷെയർ വാല്യൂ താഴെ പോകരുത്, അതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും? അല്ലെങ്കിൽ അവരുടെ പ്രോഫിറ്റ് കൂട്ടുന്നതിന്, അവർക്ക് ബിസിനസ് തുടർന്നുകൊണ്ട് പോകാനായിട്ട് അവർ മറ്റെന്തെങ്കിലും ഒരു പ്ലാൻ, അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു സ്ട്രാറ്റജി അവിടെ തയ്യാറാക്കാറുണ്ട്. അപ്പോൾ ഒരു കമ്പനി വില കുറച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊരു കമ്പനി വേറെ എന്തെങ്കിലും പ്ലാൻ തയ്യാറാക്കി അതിനെ അതിജീവിക്കാനായിട്ട് ശ്രമിക്കും. എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഡിസ്കൗണ്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ ചെറിയ കോയിൻ അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. എന്ത് തന്നെ ആയിക്കോട്ടെ, മറ്റൊരു പ്ലാന് നിലവിൽ ഉള്ള മറ്റൊരു കമ്പനിയും ചെയ്യാറുണ്ട്. ദിസ് ക്യാൻ ബി കൺസിഡേർഡ് എ സ്ട്രാറ്റജി, അതിനെയാണ് നമ്മൾ സ്ട്രാറ്റജി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു കൗണ്ടർ പ്ലാന്, മറ്റൊരു പ്ലാന്, ഇപ്പം ഹിന്ദുസ്ഥാൻ ലിവർ വില കുറച്ച് കൊടുത്തു, അപ്പോൾ എന്ത് ചെയ്യും? പോൺസ് മറ്റൊരു കൗണ്ടർ പ്ലാൻ തയ്യാറാക്കുകയാണ്. അത് ഞാനിപ്പോൾ പറഞ്ഞ പോലെ ചിലപ്പോൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നോ, അല്ലെങ്കിൽ നമുക്കറിയാം ചിലപ്പം ഈ സോപ്പിനകത്ത് ഒരു കോയിനൊക്കെ വെച്ച് കൊടുക്കുന്ന പരസ്യമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ കോയിൻ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് നമ്മൾ സോപ്പ് വാങ്ങും. ചിലപ്പോൾ അതിനകത്ത് കോയിനുണ്ടോ, സ്വർണ്ണ കോയിനുണ്ടോ എന്ന് പ്രതീക്ഷിച്ച്. ഇപ്പോൾ എന്ത് തന്നെ ആയിക്കോട്ടെ, അവരവരുടെ സെയിൽ കൂട്ടാനുള്ള മറ്റൊരു പ്ലാൻ അവിടെ തയ്യാറാക്കും. ആ ഒരു കൗണ്ടർ പ്ലാനിനെയാണ് നമ്മളെന്ന് വിളിക്കുന്നത് സ്ട്രാറ്റജി എന്ന് വിളിക്കുന്നത്. ഇനി അടുത്താണ് പോളിസി. പോളിസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നയം. ഓരോ കമ്പനിക്ക് ഓരോ പോളിസികളുണ്ട് അല്ലെങ്കിൽ നയങ്ങളുണ്ട്. അതെന്താണെന്ന് നോക്കാം. എ പോളിസി ഈസ് എ ജനറൽ സ്റ്റേറ്റ്മെൻറ്റ്. പൊതുവായിട്ടുള്ള തീരുമാനങ്ങളെയാണ് നമ്മളെന്ന് പറയുന്നത് ഈ പോളിസി എന്ന് പറയുന്നത്. ജനറൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ്. വിച്ച് പ്രൊവൈഡ്സ് ഗൈഡ് ലൈൻസ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. അതാണ് അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോളിസി എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് അതെന്താണ് നൽകുന്നത്? ഗൈഡ് ലൈൻസ് ഇൻ ഡിസിഷൻ മേക്കിംഗ്, തീരുമാനങ്ങൾ എടുക്കുന്നതിനായിട്ടുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളെയാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന പോളിസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മളൊരു ഉദാഹരണമായിട്ട് നോക്കാം. ഇപ്പം ചില കമ്പനികൾ റിസർവേഷൻ കാറ്റഗറിയിലുള്ളവർക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക്, വിമൺ എംപവർമെൻ്റ് എന്ന് പറഞ്ഞ് സ്ത്രീകൾക്ക് കൂടുതൽ തൊഴിൽ കൊടുക്കുന്നതായിട്ട് കാണാം. അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ ഈ റിസർവേഷൻ കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് കൂടുതൽ ജോലി കൊടുക്കും. ഒരു കമ്പനിയുടെ 40% വരുന്ന ജോലി റിസർവേഷൻ കാറ്റഗറി അല്ലെങ്കിൽ സ്ത്രീകൾക്കാണ് കൊടുക്കുകയുള്ളൂ എന്നൊരു കമ്പനി ഒരു പോളിസി വയ്ക്കുകയാണ്. അപ്പോൾ അതങ്ങനെ തീരുമാനം എടുക്കുന്നതിന് സാധിക്കും, ഡിസിഷൻ മേക്കിങ്ങിനെ സഹായിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡിസിഷൻ മേക്കിങ്ങിനുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളാണ് പോളിസി എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം, ഒരു ഇൻ്റർവ്യൂ വരികയാണ്. ഇപ്പോൾ ഇൻ്റർവ്യൂ വരുമ്പോൾ അതിൻ്റെ അകത്തൊരു 100 ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ 200 ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. അതിൻ്റെ അകത്ത് 40% എന്ത് ചെയ്താൽ മതി? റിസർവേഷൻ കാറ്റഗറിയിലുള്ളവർക്കും സ്ത്രീകൾക്കുമായിട്ട് നമുക്ക് മാറ്റിവെക്കാം. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത്? അവിടെ ഒരു ഗൈഡ് ലൈൻ ഉണ്ട്. നമ്മൾ മുൻകൂട്ടി തന്നെ അവിടെ തീരുമാനിച്ചിട്ടുണ്ട്, കമ്പനിയുടെ ഒരു പോളിസി തയ്യാറാക്കിയിട്ടുണ്ട്. എന്താണ്? 40% വരുന്ന കമ്പനിയുടെ ജോലി എന്ന് പറയുന്നത് ഈ പറഞ്ഞേക്കുന്ന റിസർവേഷൻ കാറ്റഗറിയിലുള്ളവർക്കും സ്ത്രീകൾക്കുമാണ് കൊടുക്കുന്നത് എന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഗൈഡ് ലൈനാണ്, അതാണ് നമ്മുടെ പോളിസി. അപ്പോൾ ആ പോളിസി പ്രകാരമാണ് നമ്മൾ എന്ത് ചെയ്യുള്ളൂ, നമ്മളൊരു ഡിസിഷൻ എടുക്കുകയുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ വേറെ എക്സാമ്പിൾ എടുക്കാം. ഇപ്പോൾ കമ്പനിക്ക് ചുറ്റുവട്ടത്തുള്ള 40 കിലോമീറ്റർ ഉള്ള ആൾക്കാർക്ക് മാത്രമേ ജോലി കൊടുക്കൂ. അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു പോളിസി ഉണ്ടെന്ന് വിചാരിക്കുക കമ്പനിക്ക്. അപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് നമുക്ക് എന്ത് ചെയ്താൽ മതി? കമ്പനിയുടെ ചുറ്റുവട്ടത്ത് 40 കിലോമീറ്റർ ചുറ്റുള്ളതിലുള്ള ആൾക്കാരെ മാത്രം നമ്മൾ പരിഗണിച്ചാൽ മതി. അപ്പോൾ അതിനുള്ളൊരു ഗൈഡ് ലൈൻസ് നമുക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? കമ്പനിയുടെ
പോളിസിയിൽ നിന്നാണ് നമുക്ക് ലഭിച്ചത്. അപ്പോൾ അതിനെയാണ് നമ്മൾ പോളിസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ജനറൽ സ്റ്റേറ്റ്മെൻറ്റാണ്, പൊതുവായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. എല്ലാവർക്കും അത് ബാധകമാണ്, കമ്പനിക്കകത്ത് വരുന്ന എല്ലാവർക്കും അത് ബാധകമാണ്. അതോടൊപ്പം തന്നെ അവിടെ പറഞ്ഞിരിക്കുകയാണ് അതെന്താണ്, വിച്ച് പ്രൊവൈഡ്സ് ഗൈഡ് ലൈൻസ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. തീരുമാനങ്ങൾ എടുക്കുന്നതിന് ആയിട്ടുള്ള ഗൈഡ് ലൈൻസിനെയാണ് നമ്മളെന്ന് വിളിക്കുന്നത് പോളിസി എന്ന് വിളിക്കുന്നത്. ഇനി അടുത്തായിട്ട് പറഞ്ഞിരിക്കുകയാണ് പോളിസീസ് ഡിഫൈൻ ദ പാരാമീറ്റേഴ്സ് ഇവിടെ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പരിധികളാണ്. പോളിസീസ് എന്ന് പറഞ്ഞാൽ പരിധികൾ നിശ്ചയിക്കുകയാണ്. എന്തിനുള്ള പരിധി? വിത്തിൻ ദ മാനേജർ ഷുഡ് ഫങ്ഷൻ. അപ്പോൾ ഒരു മാനേജേഴ്സിന് അവരുടെ ജോലി ചെയ്യുന്നതിൻ്റെ പരിധി പറയുന്ന കാര്യങ്ങളാണ്. അല്ല, ഇത്രയും കാര്യങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് മാത്രം കാര്യങ്ങൾ ചെയ്താൽ മതി, ആ പരിധിനെയാണ്, ആ പാരാമീറ്ററിനെയാണ് എന്ന് പറയുന്നത് പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ, ഇച്ചിരി മുമ്പ് പറഞ്ഞ പോലെ, കമ്പനിയുടെ ജോലിയുടെ കാര്യത്തിലുള്ള പോളിസി. ഒരു മാനേജറാണ് ഇൻ്റർവ്യൂ നടത്തുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ അയാൾ എന്ത് സർക്കിളിനുള്ളിൽ നിന്നാൽ മതി? 40% വരുന്ന ജോലി ആർക്ക് കൊടുക്കണം? ഈ പറഞ്ഞിരിക്കുന്ന സ്ത്രീകൾക്കും റിസർവേഷൻ കാറ്റഗറിയിലും ഉള്ളവർക്ക് കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഒരു പാരാമീറ്റർ, അവിടെ ഒരു പരിധി കൊടുത്തിരിക്കുകയാണ്. അതിനുള്ളിൽ കയറി അല്ലെങ്കിൽ 100% ജനറൽ കാറ്റഗറിയിലുള്ള പുരുഷന്മാർക്ക് മാത്രമേ കൊടുക്കാവുള്ളൂ. അങ്ങനെ മാനേജർക്ക് അവിടെ തീരുമാനിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അയാൾക്കൊരു പാരാമീറ്റർ കൊടുത്തിട്ടുണ്ട്, ഒരു പരിധി കൊടുത്തിട്ടുണ്ട്. അതിനെയാണ് നമ്മളെന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന പോളിസി എന്നതുകൊണ്ട് പറയുന്നത്. ഇനി അടുത്തായിട്ട് അവിടെ പറഞ്ഞിരിക്കുകയാണ് ദെയർ ആർ പോളിസീസ് ഫോർ ഓൾ ലെവൽസ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇൻ ദ ഓർഗനൈസേഷൻ. അപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിലും എല്ലാ ലെവൽസിലും നമുക്ക് എന്ത് കാണാൻ സാധിക്കും? പോളിസികളെ കാണാൻ സാധിക്കും. കോൾഡ് മേജർ ആൻഡ് മൈനർ പോളിസീസ്. ഇപ്പോൾ എല്ലാ ലെവൽസിലുള്ള പലതരത്തിലുള്ള പോളിസി ഉണ്ട്. മേജറായിട്ടുള്ള പ്രാധാന്യം അർഹിക്കുന്ന പോളിസികളുണ്ട്, മൈനറായിട്ടുള്ള പോളിസികളുണ്ട്. അപ്പോൾ മേജറും മൈനറും ആയിട്ടുള്ള പോളിസികളെ നമുക്ക് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും എല്ലാ ലെവൽസിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി പോളിസിക്ക് അവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുകയാണ്. എ കോളേജ് ഫോർ ബികോം അഡ്മിഷന് വേണ്ടിയിട്ടാണ് അവിടെ എന്താണ് ചെയ്യുന്നത് നോക്കാം. മേ എസ്റ്റാബ്ലിഷ് എ പോളിസി. അവരൊരു പോളിസി തയ്യാറാക്കിയിട്ടുണ്ട്. എന്താണ്? ദാറ്റ് അഡ്മിഷൻ വിൽ ബി ഗ്രാൻറ്റഡ് ടു ദോസ് ഹു ഹാവ് എ മിനിമം ഓഫ് 60% മാർക്ക് ഇൻ +2. +2 ഏറ്റവും കുറഞ്ഞത് 60% മാർക്കുള്ളവർക്ക് മാത്രമേ അഡ്മിഷൻ കൊടുക്കൂ എന്നൊരു പോളിസി കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പം അതിനെയാണ് പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് അവിടെ അതിൻ്റെ ഉള്ളിൽ വെച്ച് തന്നെ തീരുമാനം എടുത്താൽ മതി. അപ്പോൾ 60% താഴെയുള്ള ആപ്ലിക്കേഷൻ എന്ത് ചെയ്യാം? അവർക്ക് റിജക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനെയാണ് പോളിസി എന്ന് പറയുന്നത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വീണ്ടും പറയാം, വിച്ച് പ്രൊവൈഡ് ഗൈഡ് ലൈൻസ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. ഒരു കമ്പനിക്കകത്ത് തീരുമാനങ്ങൾ എടുക്കുന്നതിനായിട്ട് നമുക്ക് ലഭിക്കുന്ന ഗൈഡ് ലൈൻസിനെയാണ് നമ്മളെന്ന് വിളിക്കുന്നത് പോളിസി എന്ന് പറയുന്നത്. ആ ഗൈഡ് ലൈൻസ് എന്തായിരിക്കാം? ജനറൽ സ്റ്റേറ്റ്മെൻറ്റാണ്, പൊതുവായിട്ടുള്ള എല്ലാവർക്കും ബാധകമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളെയാണ് നമ്മൾ പോളിസി എന്ന് വിളിക്കുന്നത്. ഇനി അടുത്താണ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നടപടിക്രമമാണ്. ഒരു കാര്യം ചെയ്യേണ്ട ഒരു രീതിയുണ്ട്, ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യേണ്ട പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രൊസീജിയർ. ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ ഒരു കാര്യം ചെയ്യണം, അതിൻ്റെ പ്രൊസീജിയർ ഇങ്ങനെയാണെന്നൊക്കെ നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് ചെയ്യേണ്ട ഒരു നടപടിക്രമമുണ്ട്, അതിനെയാണ് നമ്മൾ ഈ പ്രൊസീജിയർ എന്ന് വിളിക്കുന്നത്. ടെറി ഹാസ് ഡിഫൈൻഡ്. ടെറി എന്ന് പറയുന്ന വ്യക്തി ഡിഫൈൻ ചെയ്തിരിക്കുകയാണ് പ്രൊസീജിയറിനെ. എ സീരീസ് ഓഫ് റിലേറ്റഡ് ടാസ്ക്. ഒരു റിലേറ്റഡ് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ജോലികളുടെ ഒരു സീരീസാണ് എന്തെന്ന് പറയുന്നത് പ്രൊസീജിയർ എന്ന് പറയുന്നത്. പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ജോലികളാണ്, അതിൻ്റെ ഒരു സീരീസിനെയാണ് നമ്മളെന്ന് പറയുന്നത് പ്രൊസീജിയർ എന്ന് പറയുന്നത്. ദാറ്റ് മേക്കപ്സ് ദ ക്രോണോളജിക്കൽ സീക്വൻസ് ആൻഡ് ദ എസ്റ്റാബ്ലിഷ്ഡ് വേ ഓഫ് പെർഫോമിംഗ് ദ വർക്ക് ടു ബി അക്കംപ്ലിഷ്ഡ്. ഇനി അടുത്തായിട്ട് അവിടെ പറഞ്ഞിരിക്കുകയാണ്, അതായത് ഒരു ക്രോണോളജിക്കൽ സീക്വൻസ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു സമയക്രമം അതിനുണ്ട്. ആദ്യം ഇത് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് ഇത് ചെയ്യണം, മൂന്നാമത് ഇത് ചെയ്യണം, നാലാമത് ഇത് ചെയ്യണം, അല്ലെങ്കിൽ ഈ മാസം ഇന്ന കാര്യങ്ങൾ ചെയ്യണം, അടുത്ത മാസം ഇന്ന അങ്ങനെ ഒരു സീക്വൻസ് ഉണ്ട്. അതിനൊരു ക്രോണോളജിക്കൽ ആയിട്ടുള്ളൊരു സീക്വൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് വേ ഓഫ് പെർഫോമിങ്, ജോലി ചെയ്യേണ്ട ഒരു രീതിയാണ്, പെർഫോം ചെയ്യേണ്ട ഒരു എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന ഒരു ചെയ്യേണ്ടതായിട്ടുള്ളൊരു രീതിയാണത് ടു ബി അക്കംപ്ലിഷ്ഡ്. അപ്പോൾ നമ്മുടെ എന്തെങ്കിലും ഒരു കാര്യം നേടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു എസ്റ്റാബ്ലിഷ്ഡ് വേ ഓഫ് പെർഫോമൻസിനെയാണ് നമ്മളെന്ന് പറയുന്നത് പ്രൊസീജിയർ എന്ന് പറയുന്നത്. 3-4 കൂട്ടം കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത് പറഞ്ഞിരിക്കുകയാണ് സീരീസ് ഓഫ് റിലേറ്റഡ് ടാസ്ക്. പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ജോലികളുടെ ഒരു സീരീസാണ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞിരിക്കുകയാണ് ക്രോണോളജിക്കൽ സീക്വൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമയക്രമം ഉണ്ട് അതിന്. ആദ്യം ഇത് ചെയ്യണം, രണ്ടാമത് ഇത് ചെയ്യണം, മൂന്നാമത് ഇത് ചെയ്യണം, അങ്ങനെ ഒരു ക്രോണോളജിക്കൽ ആയിട്ടുള്ളൊരു സീക്വൻസാണ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത് പറഞ്ഞിരിക്കുകയാണ് എസ്റ്റാബ്ലിഷ്ഡ് വേ ഓഫ് പെർഫോമിങ്. നമ്മൾ ജോലി ചെയ്യേണ്ട പെർഫോമിങ് ദ വർക്ക്, നമ്മൾ ജോലി ചെയ്യേണ്ട ഒരു രീതി, അത് ചെയ്യേണ്ട ഒരു എസ്റ്റാബ്ലിഷ്ഡ് വേ ഓഫ് പെർഫോമിങ്, ഇപ്പം നിലവിലുള്ള ഒരു രീതിനെയാണ് നമ്മളെന്ന് പറയുന്നത് പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഈ 3 കാര്യങ്ങളാണ് പ്രൊസീജിയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തായിട്ട് അവിടെ പറഞ്ഞിരിക്കുകയാണ് ദേ ആർ മെൻറ്റ് ഫോർ ഇൻസൈഡേഴ്സ്
ആൻഡ് ആർ ജനറലി ഫോളോവഡ് ടു എൻഫോഴ്സ് എ പോളിസി ആൻഡ് ടു അറ്റൈൻ പെർഫോംഡ് പ്രീ ഡിറ്റർമിൻഡ് ഒബ്ജക്റ്റീവ്. അപ്പോൾ നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ചേക്കുന്ന ഒരു ലക്ഷ്യം അച്ചീവ് ചെയ്യുന്നതിനായിട്ടാണ് നമ്മൾ ഈ പ്രൊസീജിയർ ഉപയോഗിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു പോളിസി നടപ്പിലാക്കുന്നതിന് നമുക്കറിയാം നമ്മുടെ കമ്പനി പോളിസി ഉണ്ട്. ആ പോളിസി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടും മുൻകൂട്ടി തീരുമാനിച്ചേക്കുന്ന ലക്ഷ്യങ്ങൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കുന്ന ആഭ്യന്തരമായിട്ടുള്ള ഇൻസൈഡറായിട്ടുള്ള ഒരു കാര്യത്തെയാണ് നമ്മൾ ഈ പ്രൊസീജിയർ എന്ന് പറയുന്നത്. അവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുകയാണ്. ദെയർ മേ ബി എ പ്രൊസീജിയർ ഫോർ സെലക്ഷൻ ഓഫ് പേഴ്സൺസ് ഫോർ വേക്കൻറ്റ് പൊസിഷൻ ഇൻ ദ ഓർഗനൈസേഷൻ. അപ്പോൾ കമ്പനിക്കകത്ത് ജോലിയുടെ വേക്കൻസി വരികയാണെങ്കിൽ ആൾക്കാരെ സെലക്ട് ചെയ്യുന്നതിന് കമ്പനിക്ക് അതിൻ്റേതായിട്ടുള്ളൊരു പ്രൊസീജിയർ കാണും. അതാണ് ഇവിടെ എക്സാമ്പിളായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങൾ. അപ്പോൾ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? കമ്പനിക്കകത്ത് ആളെ റിക്രൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പോൾ അതിനകത്ത് കുറേ പോളിസികൾ വരും. സെലക്ഷൻ്റെ കുറേ പോളിസികളും കാര്യങ്ങളെല്ലാം അതിനകത്ത് വരും. അപ്പോൾ ആ പോളിസികൾ ഒക്കെ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കുന്ന ഒരു സീക്വൻസിനെയാണ് നമ്മളെന്ന് പറയുന്നത് പ്രൊസീജിയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ആദ്യത്തെ ആ 3 കാര്യങ്ങൾ ഓർത്തിരിക്കുക. സീരീസ് ഓഫ് റിലേറ്റഡ് ടാസ്ക്, പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ജോലികളുടെ ഒരു സീരീസിനെ നമുക്ക് പ്രൊസീജിയർ എന്ന് വിളിക്കാം. രണ്ടാമത് പറഞ്ഞിരിക്കുകയാണ് ക്രോണോളജിക്കൽ സീക്വൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ളൊരു സീക്വൻസാണ് അതിനെ നമുക്ക് ഈ പ്രൊസീജിയർ എന്ന് വിളിക്കാം. മൂന്നാമത് പറഞ്ഞിരിക്കുകയാണ് എസ്റ്റാബ്ലിഷ്ഡ് വേ ഓഫ് പെർഫോമിങ് ദ ടാസ്ക്. നമ്മുടെ ജോലി ചെയ്ത് തീർക്കുന്നതിന് ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളൊരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു വേനെയാണ് നമ്മളെന്ന് പറയുന്നത് പ്രൊസീജിയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്താണ് മെത്തേഡ്. മെത്തേഡ് നമ്മൾ പഠിച്ചതാണ്. മെത്തേഡ് സ്റ്റഡി, രീതി. ഒരു കാര്യം ചെയ്യേണ്ട ഒരു രീതിയുണ്ട്, അല്ലെങ്കിൽ അത് ചെയ്യേണ്ടതായിട്ടുള്ളൊരു മാർഗം, ഒരു വഴിയുണ്ട്. അതിനെയാണ് നമ്മൾ ഈ പറഞ്ഞേക്കുന്ന മെത്തേഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെത്തേഡ് റിവേഴ്സ് ടു ദ പ്രിസ്ക്രൈബ്ഡ് വേ. അത് അച്ചീവ് ചെയ്യുന്നതിനായിട്ട് നമുക്കൊരു വഴിയുണ്ട്. അതിനെയാണ് നമ്മൾ മെത്തേഡ് എന്ന് വിളിക്കുന്നത്. ഒരു ലക്ഷ്യം അച്ചീവ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വഴി, അതിനെ നമുക്ക് മെത്തേഡ് എന്ന് വിളിക്കാം. ഓർ മാനർ, അല്ലെങ്കിൽ അത് ചെയ്യേണ്ട ഒരു ലക്ഷ്യം അച്ചീവ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾക്ക് ഒരു രീതിയുണ്ട്, ഒരു വിധമുണ്ട്, ഒരു പ്രത്യേക രീതിയിലാണ് ചെയ്യേണ്ടത്. അതിനെ നമുക്ക് മെത്തേഡ് എന്ന് വിളിക്കാം. ഇൻ വിച്ച് എ ടാസ്ക് ഹാസ് ടു ബി അക്കംപ്ലിഷ്ഡ് ടു അറ്റൈൻ ആൻ ഒബ്ജക്റ്റീവ്. പറഞ്ഞിരിക്കുകയാണ് ഒരു ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയിട്ട് ഒരു ജോലി നമുക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ ജോലി ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ജോലി ചെയ്യേണ്ട ഒരു വഴി, അതിനായിട്ടുള്ളൊരു മാർഗം, അല്ലെങ്കിൽ അത് ചെയ്യേണ്ട ഒരു വിധത്തെയാണ് നമ്മളെന്ന് പറയുന്നത് രീതി എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ ഈ മെത്തേഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ ജോലി ചെയ്യണം. ആ ജോലി ചെയ്യേണ്ട വഴി, ഏത് വഴിയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് അത് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് ഈ മെത്തേഡിനകത്ത് വരുന്നത്. ഇനി അടുത്തതായിട്ടവിടെ പറഞ്ഞിരിക്കുകയാണ് മെത്തേഡ് മേ വേരി ഫ്രം ടാസ്ക് ടു ടാസ്ക്. അപ്പോൾ ഓരോ ജോലികളും മാറുന്നതനുസരിച്ചിട്ട് അത് ചെയ്യേണ്ട രീതികളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും. അപ്പം ഓരോ ജോലിക്കും അതിൻ്റേതായിട്ടുള്ള ഓരോ രീതിയിലാണ് നമുക്ക് അത് ചെയ്യേണ്ടത്. അടുത്തതായിട്ടവിടെ പറഞ്ഞിരിക്കുകയാണ് സെലക്ഷൻ ഓഫ് എ പ്രോപ്പർ മെത്തേഡ്. കൃത്യമായിട്ടുള്ളൊരു മെത്തേഡ് കണ്ടുപിടിക്കുന്ന വഴി സേവ്സ് ടൈം, നമുക്ക് സമയം ലാഭിക്കാൻ സാധിക്കും. മണി, പൈസ ലാഭിക്കാൻ സാധിക്കും. എഫേർട്ട്, നമ്മുടെ അധ്വാനം ലാഭിക്കാൻ സാധിക്കും. ആൻഡ് ഇൻക്രീസസ് എഫിഷ്യൻസി, അതോടൊപ്പം തന്നെ എഫിഷ്യൻസി വർദ്ധിക്കുന്നതിനും അത് സഹായിക്കും. ഇനി അടുത്തായിട്ട് പറഞ്ഞിരിക്കുകയാണ്, അവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുകയാണ് ഫോർ ഇമ്പാർട്ടിങ് ട്രെയിനിങ് ടു എംപ്ലോയീസ് അറ്റ് ഡിഫറെൻറ്റ് ലെവൽസ്. അപ്പോൾ പല ലെവലിലുള്ള ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ക്യാൻ ബി അഡോപ്റ്റഡ്. പല മെത്തേഡുകൾ നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ ഇച്ചിരി മുമ്പ് പറഞ്ഞുള്ളൂ മെത്തേഡ് മേ വേരി ഫ്രം ടാസ്ക് ടു ടാസ്ക്. ഓരോ ജോലിയുടെ സ്വഭാവം അനുസരിച്ചിട്ട് മെത്തേഡ് മാറിക്കൊണ്ടിരിക്കുക എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ഡിഫറെൻറ്റ് മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും അറ്റ് ഹയർ ലെവൽ ഓറിയൻറ്റേഷൻ പ്രോഗ്രാംസ് ആൻഡ് ലെക്ചേഴ്സ്. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ടോപ്പ് ലെവലിന്, ഹയർ ലെവലിന് എന്ത് കൊടുത്താൽ മതി? കുറേ ഓറിയൻറ്റേഷൻ പ്രോഗ്രാമുകളും അതോടൊപ്പം തന്നെ ക്ലാസ്സുകളും ലെക്ചേഴ്സും ഒക്കെ കൊടുത്താൽ മതി. പക്ഷേ അതേസമയം സൂപ്പർവൈസറി ലെവലിൽ എന്ന് പറഞ്ഞാൽ അവിടെ കൂടുതൽ വർക്കേഴ്സാണ് കൂടുതലുള്ളത്. ആ ലെവലിൽ നമ്മൾ എന്ത് കൊടുക്കണം? ഓൺ ദി ജോബ് ട്രെയിനിങ് മെത്തേഡ് നമ്മൾ ഉപയോഗിക്കണം. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജോലി ചെയ്യിപ്പിച്ച് തന്നെ അവരെ പഠിപ്പിക്കുന്നതിനായിട്ട് ചെറിയ വർക്ക്ഷോപ്പുകളും കാര്യങ്ങളെല്ലാം കൊടുത്ത് ജോലി ചെയ്യിപ്പിച്ച് തന്നെ നമ്മളത് പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കണം. അതേസമയം ടോപ്പ് ലെവലിന് ട്രെയിനിങ് കൊടുക്കുമ്പോൾ അങ്ങനെ ഈ പറഞ്ഞ പോലെ തന്നെ ഓൺ ദി ജോബ് ട്രെയിനിങ് കൊടുക്കേണ്ട കാര്യമില്ല. അവർ ജോലി ചെയ്ത് പഠിച്ചാണ് മേളിലെത്തിയത്. അപ്പം അവർക്ക് എന്ത് കൊടുത്താൽ മതി? ചെറിയൊരു കമ്പനിയെ പറ്റിയിട്ടുള്ള ഒരു ഓറിയൻറ്റേഷൻ പ്രോഗ്രാമുകൾ, അല്ലെങ്കിൽ ജോലിയുടെ സ്വഭാവത്തെ പറ്റിയൊക്കെ ചെറിയൊരു ഓറിയൻറ്റേഷൻ ആയിട്ടുള്ള ഒരു ക്ലാസ്സുകളൊക്കെ കൊടുത്താൽ മതി, അല്ലെങ്കിൽ ലെക്ചേഴ്സൊക്കെ കൊടുത്താൽ മതിയാകും. പക്ഷേ സൂപ്പർവൈസറി ലെവലിലോ അവർക്ക് ജോലിയുടെ പ്രായോഗികമായിട്ടുള്ള പാഠങ്ങൾ തന്നെ പറഞ്ഞു കൊടുക്കണം. എന്ന് പറഞ്ഞാൽ ഓൺ ദി ജോബ് ട്രെയിനിങ് തന്നെ അവർക്ക് കൊടുക്കേണ്ടതായിട്ട് ഉണ്ട്. ഇനി അടുത്താണ് റൂള് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നിയമം. ഇറ്റ് റെഫേഴ്സ് ടു സ്പെസിഫിക് സ്റ്റേറ്റ്മെൻറ്റ്. ഇതും ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കാം. ദാറ്റ് പ്രിസ്ക്രൈബ് വാട്ട് ഈസ് ടു ബി ഡൺ, എന്താണ് ചെയ്യേണ്ടത്. ഓർ നോട്ട് ടു ബി ഡൺ, എന്ത് ചെയ്യരുത്. ഇൻ ഗിവൺ സിറ്റുവേഷൻസ്,
ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുകയാണ് ഒരു ഗിവൺ സിറ്റുവേഷനിൽ ഇപ്പോൾ ഒരു നിശ്ചിത സമയത്തിൽ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്നുള്ള കാര്യങ്ങളാണ് ഈ റൂൾസിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ഇനി അവിടെ പറഞ്ഞിരിക്കുകയാണ് അലവിങ് നോ ഡിസ്ക്രിയേഷൻ. അവിടെ യാതൊരു തരത്തിലുള്ള വിവേചനത്തിനും അവിടെ സാധ്യതയില്ല. അവിടെ എന്തുമാത്രമാണ് പറയുന്നുള്ളൂ, എന്ത് ഇവിടെ ചെയ്യരുത്. അപ്പോൾ ഇവിടെ നോ സ്മോക്കിംഗ് എന്നാണെങ്കിൽ ഇൻ ദ ഫാക്ടറി, അവിടെ യാതൊരു തരത്തിലുള്ള വിവേചനം കാണിക്കാൻ പാടില്ല. ആരും അവിടെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, സ്മോക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതുപോലെ തന്നെ കമ്പനിക്ക് കുറേ റൂൾസ് ഉണ്ട്. ഈ ഗിവൺ സിറ്റുവേഷനിൽ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്നുള്ള കാര്യങ്ങളാണ് ഈ റൂളിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തായിട്ട് അവിടെ പറഞ്ഞിരിക്കുകയാണ് ദേ സെർവ് ആസ് എ ഫ്രോണ്ടിയേഴ്സ് ഓർ ബൗണ്ടറീസ്. ബൗണ്ടറി എന്ന് പറഞ്ഞാൽ നമുക്കത് അറിയാം, അതിർത്തി. ഓഫ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ പെരുമാറ്റം. അപ്പം നമ്മളെ പെരുമാറ്റത്തിൽ ഒരു കമ്പനിക്കകത്ത് ആൾക്കാർ ബിഹേവ് ചെയ്യേണ്ടതിൻ്റെ പരിധികൾ നിശ്ചയിക്കുകയാണ് ഈ റൂൾസ് വഴി ചെയ്യുന്നത്. ദേ വിൽ ബി എൻഫോഴ്സ്ഡ് റിജിഡ്ലി. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടത്? റിജിഡ്ലി, കർക്കശമായിട്ട് തന്നെ. അവിടെ യാതൊരു തരത്തിലുള്ള ഫ്ലെക്സിബിലിറ്റി ഇല്ല. റൂൾസ് തന്നെയാണ്, അത് പാലിക്കേണ്ടതാണ്. അതിൻ്റെ അത് യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഒരു കമ്പനിക്കകത്ത് അനുവദിക്കുന്നതല്ല. അപ്പോൾ റൂൾസ് എന്താണ്? റൂൾസ് വിൽ ബി എൻഫോഴ്സ്ഡ് റിജിഡ്ലി. കർക്കശമായിട്ട് തന്നെ അത് പാലിക്കേണ്ടതാണ് റൂൾസ് എന്ന് പറയുന്നത്. നോ വൺ ഇൻ ദ ഓർഗനൈസേഷൻ ഈസ് എക്സംഷൻ ടു റൂൾസ്. അപ്പം ഈ റൂൾസിനകത്ത് ആർക്കും ഒരു എക്സംഷൻ അതിനകത്ത് കൊടുത്തിട്ടില്ല. എല്ലാവരും പാലിക്കേണ്ടതാണ്. അവിടെ യാതൊരു തരത്തിലുള്ള ഡിസ്ക്രിയേഷനും ഇല്ല, വിവേചനവും ഇല്ല. എല്ലാവരും റൂൾസ് ബാധകമാണ്. ഇനി അടുത്തായിട്ട് പറഞ്ഞിരിക്കുകയാണ് റൂൾസ് ഡു നോട്ട് സ്പെസിഫൈ ടൈം സീക്വൻസ്. അപ്പം റൂൾസിനൊരു പ്രത്യേക സമയക്രമമോ കാര്യങ്ങളോ ഒന്നുമില്ല. റൂൾസ് എല്ലാവരും പാലിക്കേണ്ട ഒന്ന് തന്നെയാണ്. എക്സാമ്പിൾ പറഞ്ഞിരിക്കുകയാണ് നോ സ്മോക്കിംഗ് ഇൻ ദ ഫാക്ടറി. അപ്പം നോ സ്മോക്കിംഗ് എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നതെങ്കിൽ കമ്പനിക്കുള്ളിൽ ആരും സിഗരറ്റ് പുകവലിക്കരുത് എന്നുള്ളതാണ് അവിടെ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി അടുത്തതാണ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ പരിപാടി അറിയാം നമുക്ക്. എ പ്രോഗ്രാം മേ ബി ഡിഫൈൻഡ്. ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അതിനെ ഡിഫൈൻ ചെയ്യുന്നത് എ ഡീറ്റെയിൽഡ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് എ പ്രോജക്റ്റ് വിച്ച് ഔട്ട്ലൈൻസ് ദ ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങളാണ് ഒബ്ജക്റ്റീവ് വരുന്നുണ്ട്, പോളിസികൾ വരുന്നുണ്ട്, പ്രൊസീജിയർ വരുന്നുണ്ട്, റൂള്, ടാസ്ക്, റിസോഴ്സ് ടു ബി എംപ്ലോയിഡ് ആൻഡ് ദ ബഡ്ജറ്റ് ടു ഇംപ്ലിമെൻറ്റ് എനി കോഴ്സ് ഓഫ് ആക്ഷൻ. അപ്പോൾ ഒരു ജോലി ചെയ്യുന്നതിനായിട്ട് അതിന് വേണ്ടിയിട്ട് വരുന്ന ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് പ്രോഗ്രാം എന്ന് പറയുന്നത്. പ്രോഗ്രാമിനകത്ത് ലക്ഷ്യങ്ങൾ വരുന്നുണ്ട്, പോളിസി വരുന്നുണ്ട്, നയങ്ങൾ വരുന്നുണ്ട്, പ്രൊസീജിയർ വരുന്നുണ്ട്, റൂൾസ് വരുന്നുണ്ട്, ടാസ്ക് വരുന്നുണ്ട്, റിസോഴ്സുകൾ വരുന്നുണ്ട്, ബഡ്ജറ്റ് വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്, പ്രോഗ്രാമിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു കോമ്പിനേഷനാണ്. ഒരു പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ലക്ഷ്യങ്ങൾ വരും, പോളിസികൾ വരും, പ്രൊസീജിയർ വരും, റൂൾസ് വരും, ടാസ്ക് വരും, റിസോഴ്സ് വരും, ബഡ്ജറ്റ് വരും. ഇത്രയും കാര്യങ്ങൾ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്, പ്രോഗ്രാമിനകത്ത് വരുന്നുണ്ട്. ഇറ്റ് ഈസ് ആക്ഷൻ ബേസ്ഡ് ആൻഡ് റിസൾട്ട് ഓറിയൻറ്റഡ്. ഇത് ആക്ഷൻ ബേസ്ഡ് ആണ്, നടപ്പിലാക്കലാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അതോടൊപ്പം തന്നെ റിസൾട്ട് ഓറിയൻറ്റഡ് ആണ്, അതിനൊരു ലക്ഷ്യവുമുണ്ട്. ഇനി അവിടെ പറഞ്ഞിരിക്കുകയാണ് ഇറ്റ് പ്രിസ്ക്രൈബ് ദ ടൈം പീരീഡ് ഫോർ കംപ്ലീഷൻ ഓഫ് ഈച്ച് സ്റ്റെപ്പ്. ഇപ്പം ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ഈ പ്രോഗ്രാം എന്ന് പറയുന്ന ഓരോ സ്റ്റെപ്പും കംപ്ലീറ്റ് ചെയ്യേണ്ട ടൈമെല്ലാം ഈ പ്രോഗ്രാമിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ പുതുതായിട്ട് ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഓരോ സ്റ്റെപ്പും കംപ്ലീറ്റ് ചെയ്യേണ്ട ടൈമെല്ലാം പ്രോഗ്രാമിനകത്ത് പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ എ ബുക്ക് പബ്ലിഷിംഗ് കമ്പനി മേ ഹാവ് എ പ്രോഗ്രാം ഓഫ് ലോഞ്ചിങ് ഡിജിറ്റൽ ബുക്ക്. അപ്പം ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യുന്ന കമ്പനിയാണ്, അവർ ഡിജിറ്റൽ ബുക്ക് ലോഞ്ച് ചെയ്യുന്നതിനായിട്ടൊരു പ്രോഗ്രാം തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്തൊക്കെ വരും? ഓരോ ടൈം പീരീഡ് ഉണ്ട്. അപ്പം ഈ ഡിജിറ്റൽ ബുക്കിലോട്ട് അത് കൺവേർട്ട് ചെയ്യാനായിട്ട് വരുന്ന കുറേ സ്റ്റെപ്പുകളെല്ലാം അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ് വരുന്നുണ്ട്, പോളിസി വരുന്നുണ്ട്, പ്രൊസീജിയർ, റൂള്, ടാസ്ക്, റിസോഴ്സ്, ബഡ്ജറ്റ്, ഇതെല്ലാം ഇതിൻ്റെ അകത്ത് വരും. ആ ഒരു ഡിജിറ്റൽ ബുക്ക് ലോഞ്ച് ചെയ്യുന്നതിനകത്ത് ഒരു കമ്പനിക്കകത്ത് വരുന്നുണ്ട്. ഇനി അടുത്താണ് ബഡ്ജറ്റ്. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എല്ലാ വർഷവും നമ്മൾ കേൾക്കാറുള്ളതാണ് ബഡ്ജറ്റ് നമുക്കറിയാം. ഈ പറഞ്ഞിരിക്കുന്ന നിയമസഭയും അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റൊക്കെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് നമ്മൾ കാണാറുള്ളതാണ്. അപ്പോൾ അടുത്ത വർഷങ്ങളിൽ എത്ര രൂപയൊക്കെ ഓരോരോ പദ്ധതിക്കും കൊടുക്കുന്നുണ്ടെന്നുള്ള കാര്യമൊക്കെയാണ് അതിൻ്റെ അത് പറയുന്നത്. എന്ന് പറഞ്ഞാൽ തന്നെ ഓരോ കമ്പനികൾക്കും എന്തുണ്ട്? ബഡ്ജറ്റുണ്ട്. എന്താണെന്ന് നോക്കാം. എ ബഡ്ജറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ്. ബഡ്ജറ്റ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. സ്റ്റേറ്റ്മെൻറ്റ് എന്നറിയാം, നമുക്കറിയാം ഈ പറഞ്ഞിരിക്കുന്ന റിട്ടേൺ ആയിട്ടുള്ള കാര്യത്തിനാണ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, എഴുതപ്പെട്ട കാര്യങ്ങളെ. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എക്സ്പെക്റ്റഡ് റിസൾട്ട് എക്സ്പ്രസ്ഡ് ഇൻ ന്യൂമറിക്കൽ ടൈംസ്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന റിസൾട്ട്, നമ്മൾ ഭാവിയിൽ ഒരു റിസൾട്ടൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്, അത് ന്യൂമറിക്കലായിട്ടുള്ള അക്കങ്ങളായിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പ്ലാൻ. ഇതൊരു പ്ലാനാണ്. വിച്ച് ക്വാണ്ടിഫൈ എന്ന് പറഞ്ഞാൽ അക്കങ്ങളാക്കി മാറ്റുകയാണ്. ക്വാണ്ടിഫൈസ് ഫ്യൂച്ചർ നീഡ്സ് അറേഞ്ച്ഡ് അക്കോർഡിംഗ് ടു ആൻ ഓർഡർലി ബേസിസ് ഓഫ് ആൻ എൻ്റർപ്രൈസ് ഫോർ എ ഡെഫിനിറ്റ് പീരീഡ് ഓഫ് ടൈം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്
ഒരു ഓർഗനൈസേഷന് ഒരു നിശ്ചിത കാലഘട്ടത്തേക്ക് ഒരു ഒരു നിശ്ചിത ടൈം പീരീഡിലോട്ട് അവർക്ക് കുറേ ആവശ്യങ്ങൾ വേണ്ടി വരുന്ന ആവശ്യങ്ങളുടെ ഒരു അക്കത്തിൻ്റെ രൂപത്തിലുള്ള ഒരു പ്ലാനാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പം വരും കാലഘട്ടത്തിലോട്ട്, മുന്നോട്ടുള്ള കാലഘട്ടത്തിലോട്ട് കമ്പനിക്ക് കുറേ ആവശ്യങ്ങളും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനാണ്. ആ പ്ലാൻ എങ്ങനെ തയ്യാറാക്കുന്നത്? അക്കങ്ങളായിട്ടാണ് തയ്യാറാക്കുന്നത്. അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇനി അവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, എ സെയിൽസ് ബഡ്ജറ്റ് മേ ബി എ സെയിൽസ് ബഡ്ജറ്റ്, ഒരു സെയിൽസ് ബഡ്ജറ്റാണ് തയ്യാറാക്കുന്നത്. മേ ഫോർകാസ്റ്റ് ദ സെയിൽസ് ഓഫ് ഡിഫറെൻറ്റ് പ്രോഡക്റ്റ്. അപ്പോൾ പല പ്രോഡക്റ്റുകളുടെ സെയിൽസിനെ പറ്റിയിട്ടുള്ളൊരു ഫോർകാസ്റ്റാണ് സെയിൽസ് ബഡ്ജറ്റ് വരുന്നത്. ഇൻ ഈച്ച് ഏരിയ ഫോർ എ പർട്ടിക്കുലർ മന്ത്. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ മന്തിൽ, ഇപ്പോൾ ജനുവരിയോ ഫെബ്രുവരി അങ്ങനെ ഏതെങ്കിലും ഒരു മാസം എടുക്കുക. അപ്പം ഇവർ സെയിൽസ് നടത്തുന്ന ഒരുപാട് ഏരിയ ഉണ്ട്. ഇപ്പോൾ ഇന്ത്യ മൊത്തം എടുക്കുകയാണെങ്കിൽ സൗത്ത് ഇന്ത്യ ഉണ്ട്, നോർത്ത് ഇന്ത്യ ഉണ്ട്. ഈ അങ്ങനെ ഇന്ത്യനെ തന്നെ നമുക്ക് പലതായിട്ട് ഏരിയ ആയിട്ട് തരംതിരിക്കാം, ഓരോ സ്റ്റേറ്റുകളായിട്ട് തരംതിരിക്കാം. അപ്പോൾ ഓരോ സ്റ്റേറ്റിലും ഈ മാസം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സെയിൽസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ ഏരിയയിൽ എത്ര രൂപയുടെ സെയിൽസ് നടക്കുമെന്ന് നമുക്ക് മുൻകൂട്ടി കാണാനായിട്ട് സാധിക്കും. എന്തുണ്ടെങ്കിൽ ഒരു ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ മുൻകൂട്ടി തന്നെ ഒരു അക്കങ്ങളായിട്ട് അതിനെ തയ്യാറാക്കിയാണ് ഇത്ര രൂപയുടെ സെയിൽസ് നടക്കാൻ സാധ്യതയുണ്ടെന്നുള്ള രീതിയിൽ നമ്മൾ മുൻകൂട്ടി തന്നെ തയ്യാറാക്കിയാണ് അവിടെ ചെയ്യുന്നത്. ഇനി അടുത്തായിട്ട് അവിടെ പറഞ്ഞിരിക്കുകയാണ്, സിൻസ് ബഡ്ജറ്റ്സ് ആർ എക്സ്പ്രസ്ഡ് ഇൻ നമ്പേഴ്സ്. ഇപ്പോൾ ഈ ബഡ്ജറ്റ് നമ്മൾ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്? നമ്പറുകളായിട്ടാണ്. ഇറ്റ് ഈസ് ഈസിയർ ടു കമ്പയർ ആക്ച്വൽ ഫിഗേഴ്സ് വിത്ത് ബഡ്ജറ്റഡ് ഫിഗേഴ്സ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അപ്പോൾ നമ്മുടെ സെയിൽസ് നടന്നതിന് ശേഷം നമുക്ക് ആക്ച്വൽ സെയിൽസിനെ എന്തുമായിട്ട് കമ്പയർ ചെയ്യാൻ സാധിക്കും? നമ്മൾ മുൻകൂട്ടി തയ്യാറാക്കിയിരിക്കുന്ന ബഡ്ജറ്റിലെ ഫിഗേഴ്സുമായിട്ട് കമ്പയർ ചെയ്യാൻ സാധിക്കും. ഇപ്പം ഒരു 2 ലക്ഷം രൂപയുടെ സെയിൽസാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. ചിലപ്പോൾ 1,60,000 രൂപയുടെ സെയിൽസ് ആയിരിക്കും ആക്ച്വലി നടക്കുന്നത്. അപ്പോൾ അത് നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെന്ത് വിളിക്കാൻ സാധിക്കും? ബഡ്ജറ്റ് ആക്ട് ആസ് എ കൺട്രോൾ ഡിവൈസ്. അപ്പോൾ അതൊരു കൺട്രോൾ ഡിവൈസ്, നമ്മുടെ കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു ഡിവൈസ് ആയിട്ട് നമുക്കതിനെ കാണാനായിട്ട് സാധിക്കും. ഫ്രം വിച്ച് ഡീവിയേഷൻസ് ക്യാൻ ബി നോട്ടീസ്ഡ്. അപ്പോൾ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടെങ്കിൽ നമുക്കത് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ എത്ര രൂപയുടെ സെയിൽസാണ് പ്രതീക്ഷിച്ചത്? 2 ലക്ഷം രൂപയുടെ സെയിൽസാണ് പ്രതീക്ഷിക്കുന്നത്. എത്ര രൂപയുടെ നടന്നുള്ളൂ? 1,60,60,000 രൂപയുടെ സെയിൽസാണ് നടന്നത്. അപ്പോൾ 40,000 രൂപയുടെ സെയിൽസ് നമുക്ക് കുറവാണ് സംഭവിച്ചത്. അപ്പോൾ ആ ഒരു ഡീവിയേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചു. അതുകൊണ്ട് അടുത്ത മാസം നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം? 2,40,000 രൂപയുടെ സെയിൽസ് ചെയ്യാനായിട്ട് സാധിക്കണം. ഈ കഴിഞ്ഞ മാസം കുറഞ്ഞു പോയ 40,000 രൂപയുടെ കൂട്ടി വിൽക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അതിനായിട്ട് നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുകയോ ഓഫർ കൊടുക്കുകയോ അഡ്വർടൈസ്മെൻറ്റ് കൂട്ടുകയോ എന്തെങ്കിലും ചെയ്ത് നമുക്കത് നിർത്താനായിട്ട് സാധിക്കും. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, സിൻസ് ബഡ്ജറ്റിംഗ് ഇൻവോൾവ്സ് ഫോർകാസ്റ്റിംഗ്. ഇപ്പോൾ മുൻകൂട്ടി കാണുന്ന ഫോർകാസ്റ്റിംഗാണ് നമ്മളെന്ന് പറയുന്നത് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് കംസ് അണ്ടർ പ്ലാനിങ്. ഇത് പ്ലാനിങ്ങിൻ്റെ കീഴിൽ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് പറയാം, ദസ് ബഡ്ജറ്റ് ഈസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ഓഫ് ബോത്ത് പ്ലാനിങ് ആൻഡ് കൺട്രോൾ. അപ്പോൾ പ്ലാനിങ്ങിൻ്റെയും കൺട്രോളിങ്ങിൻ്റെയും ഒരു ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് നമുക്ക് എന്തിനെ കാണാൻ സാധിക്കും? ബഡ്ജറ്റിനെ കാണാനായിട്ട് സാധിക്കും. ഇനി പ്ലാൻസിൻ്റെ മറ്റൊരു കുറേ ക്ലാസിഫിക്കേഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിലൊന്നാമത്തേതാണ് കോർപ്പറേറ്റ് ആൻഡ് ഫങ്ഷണൽ പ്ലാൻസ്. ഒന്ന് കോർപ്പറേറ്റ് പ്ലാന്, മറ്റൊന്നാണ് ഫങ്ഷണൽ പ്ലാന്. ഇനി നമുക്ക് നോക്കാം. പ്ലാനിങ് അണ്ടർടേക്കൺ അറ്റ് ദ ടോപ്പ് മാനേജ്മെൻറ്റ് ലെവൽ ഈസ് കോർപ്പറേറ്റ് പ്ലാനിങ്. അപ്പോൾ ഈ കോർപ്പറേറ്റ് പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം 3 ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് ഉണ്ട്. ടോപ്പ് ലെവല്, മിഡിൽ ലെവല്, ലോവർ ലെവല്. അതിൽ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൻ്റെ അവർ ചെയ്യുന്ന പ്ലാനിങ്ങിനെയാണ് കോർപ്പറേറ്റ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഫങ്ഷണൽ പ്ലാനിങ്. ഫങ്ഷണൽ പ്ലാനിങ് ഈസ് മെൻറ്റ് ടു കവർ എ പർട്ടിക്കുലർ ഫങ്ഷണൽ ഏരിയ ഓഫ് ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ്റെ ഏതെങ്കിലും ഒരു പ്രത്യേക ഫങ്ഷണൽ ഏരിയയ്ക്ക് വേണ്ടി മാത്രം പ്ലാനിങ് നടത്തുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഫങ്ഷണൽ പ്ലാനിങ്. അപ്പോൾ നമുക്കറിയാം അവിടെ ഒരുപാട് ഫങ്ഷൻസ് നടക്കുന്നുണ്ട്. മാർക്കറ്റിംഗ് നടക്കുന്നുണ്ട്, സെയിൽസ് നടക്കുന്നുണ്ട്, പർച്ചേസ് നടക്കുന്നുണ്ട്, ഫിനാൻസ് നടക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഫങ്ഷൻസ് അവിടെ നടക്കുന്നുണ്ട്. അതിലൊരു പ്രത്യേക ഫങ്ഷണൽ ഏരിയനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ആ ഒരു പർട്ടിക്കുലർ ഫങ്ഷണൽ ഏരിയയ്ക്ക് വേണ്ടി മാത്രം തയ്യാറാക്കുന്ന പ്ലാനിനെയാണ് ഫങ്ഷണൽ പ്ലാനിങ് എന്ന് വിളിക്കുന്നത്. അവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, മാർക്കറ്റിംഗ്. അപ്പോൾ മാർക്കറ്റിങ്ങിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നടത്തുന്ന പ്ലാനിങ്ങിനെയാണ് ഫങ്ഷണൽ പ്ലാനിങ് എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ ഫിനാൻസിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നടത്തുന്ന പ്ലാനിങ്ങിനെ നമുക്ക് ഫങ്ഷണൽ പ്ലാനിങ് എന്ന് വിളിക്കാം. അല്ലെങ്കിൽ സെയിൽസിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നടത്തുന്ന പ്ലാനിങ്ങിനെ നമുക്ക് ഫങ്ഷണൽ പ്ലാനിങ് എന്ന് വിളിക്കാം. അപ്പം കോർപ്പറേറ്റ് പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് നടക്കുന്ന പ്ലാനിങ്ങാണ് കോർപ്പറേറ്റ് പ്ലാനിങ്. ഫങ്ഷണൽ പ്ലാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ഫങ്ഷണൽ ഏരിയയിൽ മാത്രം ഫോക്കസ് ചെയ്ത് നടത്തുന്ന പ്ലാനിങ്ങിനെയാണ് ഫങ്ഷണൽ പ്ലാൻസ് എന്ന് വിളിക്കുന്നത്. അടുത്താണ് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ പ്ലാൻസ്. ഫോർമൽ എന്ന് പറഞ്ഞാൽ ഔപചാരികമായിട്ടുള്ള പ്ലാനുകൾ, ഇൻഫോർമൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനൗപചാരികമായിട്ടുള്ള പ്ലാനുകൾ. അതെന്താണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. വെൻ പ്ലാനിങ് ഈസ് റെഡ്യൂസ്ഡ് ടു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇറ്റ് ഈസ് ഫോർമൽ പ്ലാനിങ്.
ഇപ്പോൾ ഒരു ഫോർമൽ പ്ലാനിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രേ ഉള്ളൂ. എഴുതപ്പെട്ടിട്ടുള്ള ഒരു രേഖാമൂലം എഴുതി കൊടുക്കുകയാണ് ഇന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ചെയ്യേണ്ട കാര്യങ്ങൾ, അങ്ങനെ റിട്ടേൺ ആയിട്ടുള്ള ഒരു പ്ലാൻ ആണെങ്കിൽ അതിനെ നമുക്ക് ഫോർമൽ പ്ലാൻ എന്ന് വിളിക്കാൻ സാധിക്കും. പേപ്പറിൽ നമ്മൾ എഴുതി കൊടുക്കുന്ന പ്ലാനുകളാണ് ഫോർമൽ പ്ലാനുകൾ. ഇനി ഇൻഫോർമൽ പ്ലാൻസ് ആർ അൺറിട്ടൺ പ്ലാൻസ്. എഴുതി കൊടുക്കാത്ത പ്ലാനുകളെയാണ് ഇൻഫോർമൽ പ്ലാൻ എന്ന് വിളിക്കുന്നത്. വിച്ച് ഇൻവോൾവ് മോർ തിങ്കിങ് ഓൺ ദ പാർട്ട് ഓഫ് മാനേജേഴ്സ്. അപ്പോൾ മാനേജേഴ്സ് ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഓരോ പദ്ധതികളെല്ലാം ആവിഷ്കരിക്കുന്നുണ്ട്. അപ്പോൾ അത് ചില പദ്ധതികൾ ഈ പറഞ്ഞ പോലെ തന്നെ എഴുതിയായിട്ടായിരിക്കും സബോർഡിനേറ്റ്സിന് കൈമാറുന്നത്. ചിലത് അങ്ങനെ എഴുതാതെ വെറുതെ നമ്മൾ സംസാരിക്കുന്ന പോലെ തന്നെ സംസാരിച്ച് ചില പ്ലാനുകൾ പറയാറുണ്ട്. അതിനെയാണ് ഇൻഫോർമൽ പ്ലാൻ എന്ന് പറയുന്നത്. അതൊട്ടും ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു പ്ലാനുകളല്ല. അതേസമയം ഫോർമൽ പ്ലാനുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എഴുതി കൊടുക്കുന്ന പ്ലാനുകളെയാണ് ഫോർമൽ പ്ലാൻ എന്ന് വിളിക്കുന്നത്. ഇൻഫോർമൽ പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൺറിട്ടൺ ആയിട്ടുള്ള പ്ലാനുകളെയാണ് ഇൻഫോർമൽ പ്ലാൻ എന്ന് വിളിക്കുന്നത്. ഇനി അടുത്താണ് ഷോർട്ട് റേഞ്ച് ആൻഡ് ലോങ് റേഞ്ച് പ്ലാൻസ്. ഷോർട്ട് റേഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹ്രസ്വകാലത്തേക്ക് വേണ്ടി തയ്യാറാക്കുന്നു. ലോങ് റേഞ്ച് എന്ന് പറഞ്ഞാൽ ദീർഘനാളത്തേക്ക് വേണ്ടി തയ്യാറാക്കുന്ന പ്ലാനുകളെയാണ് ഷോർട്ടേജ് അല്ലെങ്കിൽ ലോങ് റേഞ്ച് പ്ലാൻസ് എന്ന് വിളിക്കുന്നത്. ഇനി ഷോർട്ട് റേഞ്ച് പ്ലാൻ അതായത് ഹ്രസ്വകാല പ്ലാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൾസോ കോൾഡ് ടാക്റ്റിക്കൽ പ്ലാൻസ്. ഈ ടാക്റ്റിക്കൽ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, തന്ത്രപരമായിട്ടുള്ള പ്ലാൻ എന്നാണ് അതിൻ്റെ ഒരു മലയാളം വാക്ക് വരുന്നത്. സ്ട്രാറ്റജിക്കലായിട്ടുള്ള പ്ലാനിങ്. ഇനി അതെന്താണെന്ന് നോക്കാം. റിലേറ്റ്സ് ടു പീരീഡ് ഓഫ് 1 year ഓർ ലെസ്. ഒരു വർഷമോ അതിൽ താഴെയോ വരുന്ന ഒരു പീരീഡ് കാലയളവിൽ വരുന്ന പ്ലാനിങ്ങുകളാണ് ഷോർട്ട് റേഞ്ച് പ്ലാൻ എന്ന് പറയുന്നത്. ലോങ് റേഞ്ച് പ്ലാൻ കവേഴ്സ് എ പീരീഡ് വിച്ച് മേ വേരി ഫ്രം 3 to 5 years ഓർ ഈവൻ ലോങ്ങർ. 3 അല്ലെങ്കിൽ 5 അല്ലെങ്കിൽ അതിന് മുകളിലോ വരുന്ന കാലയളവിൽ വരുന്ന പ്ലാനുകളെയാണ് ലോങ് റേഞ്ച് പ്ലാൻസ് എന്ന് വിളിക്കുന്നത്. ഷോർട്ട് റേഞ്ച് പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടാക്റ്റിക്കൽ പ്ലാനിങ് ആണ്. അതിൻ്റെ പീരീഡ് എന്ന് പറയുന്നത് 1 year അല്ലെങ്കിൽ ലെസ് ആണ്. ലോങ് റേഞ്ച് പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 year to 5 year വരുന്ന പ്ലാനുകളെയാണ് ലോങ് റേഞ്ച് പ്ലാൻ എന്ന് വിളിക്കുന്നത്. ഇനി അടുത്താണ് സ്റ്റാൻഡിങ് ആൻഡ് സിംഗിൾ യൂസ് പ്ലാൻ. എന്താണ് സ്റ്റാൻഡിങ് പ്ലാൻ അല്ലെങ്കിൽ എന്താണ് സിംഗിൾ യൂസ് പ്ലാൻ എന്നുള്ളതായിരുന്നു നോക്കാം. സ്റ്റാൻഡിങ് പ്ലാൻസ് ഓൾസോ നോൺ ആസ് റിപ്പീറ്റഡ് യൂസ് പ്ലാൻസ്. വീണ്ടും ആവർത്തിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന പ്ലാനുകളെയാണ് സ്റ്റാൻഡിങ് പ്ലാൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആർ ഇൻറ്റൻഡഡ് ടു ബി യൂസ്ഡ് ഓവർ ആൻഡ് ഓവർ അഗെയിൻ. വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ആ സെയിം പ്ലാനിനെ വീണ്ടും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ദ ആർ സംവാട്ട് പെർമനൻറ്റ് ഇൻ നേച്ചർ. അതിൻ്റെ നേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? പെർമനൻ്റ് ആണ്, സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള പ്ലാനുകളെയാണ് സ്റ്റാൻഡിങ് പ്ലാൻ എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ പോളിസീസ്, പ്രൊസീജിയേഴ്സ്, റൂൾസ് എക്സെട്ര. ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന പോളിസികൾ, കമ്പനിയുടെ പോളിസികൾ വീണ്ടും ഉപയോഗിക്കാൻ സാധിക്കും. പ്രൊസീജിയർ, ഒരു ജോലി ചെയ്യേണ്ടതിന് ഒരു പ്രൊസീജിയർ ഉണ്ട്, അത് വീണ്ടും നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ കമ്പനിയുടെ റൂൾസ്, അത് പെർമനൻ്റ് ആണ്. കമ്പനിയുടെ പോളിസി എന്ന് പറയുന്നത് പെർമനൻ്റ് ആണ്. അപ്പം ആ തരത്തിലുള്ള പ്ലാനുകളെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് സ്റ്റാൻഡിങ് പ്ലാൻ എന്ന് വിളിക്കുന്നത്. അത് പെർമനൻ്റ് ആണ്, പെർമനൻ്റ് ഇൻ നേച്ചറാണ്. അതോടൊപ്പം തന്നെ അത് റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും നമുക്ക് അല്ലെങ്കിൽ ഓവർ ആൻഡ് ഓവർ അഗെയിൻ വീണ്ടും ഉപയോഗിക്കുന്നതിനായിട്ട് നമുക്കത് സാധിക്കും. ഇനി അടുത്താണ് സിംഗിൾ യൂസ് ഓർ അഡ്ഹോക്ക് പ്ലാൻ. എന്താണ് സിംഗിൾ യൂസ് അല്ലെങ്കിൽ അഡ്ഹോക്ക് പ്ലാൻ എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത്? പ്ലാൻസ് വിച്ച് ആർ ഡിസൈൻഡ് ഫോർ സ്പെസിഫിക് പർപ്പസ്. അപ്പോൾ ഒരു പ്രത്യേക ലക്ഷ്യങ്ങൾക്ക്, സ്പെസിഫിക് ആയിട്ടുള്ള ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന പ്ലാനുകളാണ് സിംഗിൾ യൂസ് പ്ലാൻ എന്ന് പറയുന്നത്. വെൻ പർപ്പസ് ഈസ് ഓവർ ദൈ ആർ നോട്ട് യൂസ്ഡ് അഗെയിൻ. അപ്പോൾ നമ്മുടെ ആ ഉദ്ദേശം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്തരം പ്ലാനുകളെ നമ്മൾ വീണ്ടും ഉപയോഗിക്കില്ല. അതേസമയം സ്റ്റാൻഡിങ് പ്ലാൻ എങ്ങനെയാണ്? വീണ്ടും നമുക്കതിനെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടി മാത്രം തയ്യാറാക്കുന്ന പ്ലാനുകളെയാണ് നമ്മൾ ഈ സിംഗിൾ യൂസ് പ്ലാൻ എന്ന് പറയുന്നത്. അതിൻ്റെ വാക്കിൽ തന്നെയുണ്ട്, സിംഗിൾ യൂസ് ആണ്. ഒരു തവണ മാത്രമാണ് ആ പ്ലാനുകൾ നമ്മൾ ഉപയോഗിക്കുകയുള്ളൂ. സ്ട്രാറ്റജി, തന്ത്രങ്ങൾ എപ്പോഴും ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കില്ല. ഒരു തന്ത്രം ഒരു തവണ മാത്രമേ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ബഡ്ജറ്റ് ഒരു 6 മാസത്തേക്ക് അല്ലെങ്കിൽ 3 മാസത്തേക്ക്, ഒരു വർഷത്തേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ബഡ്ജറ്റ് തയ്യാറാക്കുന്നത്. പ്രോജക്റ്റ്, ഇതെല്ലാം സിംഗിൾ യൂസ് പ്ലാനുകളാണ്. വീണ്ടും നമ്മളതിനെ ഉപയോഗിക്കുന്നില്ല. ഇനി ലാസ്റ്റ് വണ്ണാണ് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഓപ്പറേഷണൽ പ്ലാൻസ്. അതിലാദ്യം പറഞ്ഞിരിക്കുകയാണ് അഡ്മിനിസ്ട്രേറ്റീവ് പ്ലാൻസ്. എ പ്ലാൻ ദാറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ്. മിഡിൽ ലെവൽ മാനേജ്മെൻറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലാനുകളെയാണ് ഈ പറഞ്ഞിരിക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് പ്ലാനുകൾ എന്ന് വിളിക്കുന്നത്. ടു പ്രൊവൈഡ് ഗൈഡ് ലൈൻസ് ടു ഓപ്പറേഷണൽ ലെവൽ ഈസ് അഡ്മിനിസ്ട്രേറ്റീവ് പ്ലാൻ. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് എ പ്ലാൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ്. മിഡിൽ ലെവൽ മാനേജ്മെൻറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന പ്ലാനിനെയാണ് നമ്മളെന്ന് വിളിക്കുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് പ്ലാൻ എന്ന് വിളിക്കുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ടു പ്രൊവൈഡ് ഗൈഡ് ലൈൻസ് ടു ഓപ്പറേഷണൽ ലെവൽ മാനേജ്മെൻറ്റ്. അതായത് തേർഡ് ലെവൽ മാനേജ്മെൻറ്റ്, അതായത് ബോട്ടം ലെവൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഓപ്പറേഷണൽ ലെവൽ മാനേജ്മെൻറ്റിന്
ഗൈഡ് ലൈൻസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കുന്ന അല്ലെങ്കിൽ മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് തയ്യാറാക്കുന്ന പ്ലാനുകളാണ് അതിന് വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന പ്ലാനുകളെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് പ്ലാന് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇനി അടുത്ത ഓപ്പറേഷണൽ പ്ലാന്. ഓപ്പറേഷണൽ പ്ലാൻ ഈസ് ഡിസൈൻ അറ്റ് ദ ലോവർ ലെവൽ ടു ഡീൽ വിത്ത് ദ ആക്ച്വൽ എക്സിക്യൂഷൻ ഓഫ് ഓപ്പറേഷൻ. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റും മിഡിൽ ലെവൽ മാനേജ്മെൻറ്റും എല്ലാം കുറേ ജോലികൾ ചെയ്യേണ്ടതായിട്ടുള്ള കുറേ നിർദ്ദേശങ്ങളെല്ലാം ഈ ഓപ്പറേഷൻ ലെവലിൽ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ തേർഡ് ലെവൽ സൂപ്പർവൈസർമാർക്ക് കൊടുക്കുന്നുണ്ട്. ആ ജോലി എങ്ങനെ ഭംഗിയായിട്ട് ചെയ്തു തീർക്കാം, ആ ഓപ്പറേഷൻ എങ്ങനെ ഭംഗിയായിട്ട് ചെയ്തു തീർക്കാം, അതിനെ പറ്റിയിട്ട് നമ്മൾ തയ്യാറാക്കുന്ന, അതായത് ലോവർ ലെവൽ മാനേജ്മെൻറ്റ് ദൈനംദിന ജോലികൾ ചെയ്തു തീർക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന പ്ലാനുകളാണ് ഓപ്പറേഷണൽ പ്ലാൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓപ്പറേഷണൽ പ്ലാൻ ഈസ് ഡിസൈൻഡ് അറ്റ് ദ ലോവർ ലെവൽ. അതാരാണ് തയ്യാറാക്കുന്നത്? ലോവർ ലെവൽ മാനേജ്മെൻറ്റാണ് ഓപ്പറേഷൻ ലെവൽ പ്ലാനുകൾ തയ്യാറാക്കുന്നത്. ടു ഡീൽ വിത്ത് ദ ആക്ച്വൽ എക്സിക്യൂഷൻ ഓഫ് ഓപ്പറേഷൻസ്. അപ്പോൾ അവരുടെ ആ ഓപ്പറേഷൻസ് ദൈനംദിന ജോലികൾ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഓപ്പറേഷണൽ പ്ലാൻസ് തയ്യാറാക്കുന്നത്.